Hello everyone, in our today's lecture we are going to discuss about the third normal form and also about BCNF. Okay, അപ്പോൾ നമ്മൾ ഇതുവരെയുള്ളതിൽ ഫസ്റ്റ് നോർമൽ ഫോമും സെക്കൻഡ് നോർമൽ ഫോമും എന്താണ് ഒരു റിലേഷൻ ഫസ്റ്റ് നോർമൽ ഫോമിലും സെക്കൻഡ് നോർമൽ ഫോമിലും ആവാൻ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള രണ്ട് നോർമൽ ഫോംസ് കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3NF തേർഡ് നോർമൽ ഫോം ആൻഡ് BCNF ബോയ്സ് കോഡ് നോർമൽ ഫോം. സോ ഫസ്റ്റ് നമുക്ക് 3NF നോക്കാം. 3NFന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്, അതായത് ഒരു റിലേഷൻ 3NFലാണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ തേർഡ് നോർമൽ ഫോമിലാണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഓൾറെഡി ഇൻ 2NF. 2NFന്റെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അതായത് പാർഷ്യൽ ഡിപ്പെൻഡൻസി അവിടെ വരാൻ പാടില്ല, പിന്നെ ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം എന്നുള്ളത്. സോ എ റിലേഷൻ മസ്റ്റ് ബി ഇൻ 2NF. സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം എന്നുള്ളത് ഒരു കണ്ടീഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദർ ഈസ് നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഫോർ ദി നോൺ പ്രൈം ആട്രിബ്യൂട്ട്. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് തമ്മിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു റിലേഷൻ തേർഡ് നോർമൽ ഫോമിലാണെന്ന് പറയത്തുള്ളൂ. ഫസ്റ്റ് വൺ, ആ റിലേഷൻ എന്തായാലും സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് തമ്മിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാനായിട്ട് പാടില്ല. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം ആട്രിബ്യൂട്ട്സ് അല്ലാത്ത എല്ലാ ആട്രിബ്യൂട്ട്സും. ദാറ്റ് മീൻസ് കാൻഡിഡേറ്റ് കീസിലെ മെമ്പർ അല്ലാത്ത ആട്രിബ്യൂട്ട്സ്, അതാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്യുക. അതിൽ നമ്മൾ കാൻഡിഡേറ്റ് കീസും പ്രൈം ആട്രിബ്യൂട്ടും എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ a relation is in 3NF if at least one of the following condition holds in a very non-trivial functional dependency x implies y. x implies y. നമുക്ക് ഒരു റിലേഷനും അതിന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും കിട്ടുമല്ലോ. ആ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എടുക്കുക. ആ ഡിപ്പെൻഡൻസീസ് എടുക്കുന്ന സമയത്ത് x implies y, അതായത് ഒരു ഡിറ്റർമിനന്റും ഒരു ഡിപ്പെൻഡന്റും ഉണ്ടാവും. ആ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ അത് നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണെന്ന് നോക്കുക. ട്രിവിയലും നോൺ ട്രിവിയലും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ നോക്കുക. ഓക്കെ, ഒന്ന് നമ്മൾ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു, ഒന്ന് സബ്സെറ്റ് അല്ലാത്തതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഒന്ന് ചെക്ക് ചെയ്തോളുക, എന്താ ട്രിവിയൽ ആൻഡ് നോൺ ട്രിവിയൽ എന്നുള്ളത്. അപ്പോൾ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ രണ്ട് കണ്ടീഷൻസ് വേണം. ഒന്ന്, എക്സ് ഇംപ്ലൈസ് വൈ എന്നുള്ള ഡിപ്പെൻഡൻസിയിൽ എക്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിരിക്കണം. സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എൻറ്റയർ റിലേഷനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. വൈ ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്. എക്സ് ഇംപ്ലൈസ് വൈയിൽ എക്സ് സൂപ്പർ കീ ആയിരിക്കണം, വൈ എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. വിച്ച് മീൻസ് വൈ എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് ആയിരിക്കണം. സോ എന്തായിരുന്നു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി? നമ്മൾ ആംസ്ട്രോങ്സ് ആക്സിയംസ് ഒക്കെ പഠിച്ചതിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എ ഇംപ്ലൈസ് ബി ആൻഡ് ബി ഇംപ്ലൈസ് സി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ ഇംപ്ലൈസ് സി. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞതിനെ കുറച്ച് മാറ്റി നമ്മൾ എളുപ്പത്തിന് അതിന്റെ ഓപ്പോസിറ്റ് ആക്കി പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, നമുക്കൊരു റിലേഷൻ തരില്ലേ, അതിന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തരും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പ്രൈം ആട്രിബ്യൂട്ട്സ് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാൽ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ദെൻ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ എക്സ് ഇംപ്ലൈസ് വൈ എന്നുള്ളതിൽ എക്സും വൈയും നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എക്സും നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം, വൈവും നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അങ്ങനെ അവിടെ ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ വിൽ നോട്ട് ബി ഇൻ 3NF. വിൽ ബി അല്ല, വിൽ നോട്ട് ബി ഇൻ 3NF. രണ്ട് സൈഡും നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണോ എന്ന് നോക്കുക. അങ്ങനെ വന്നാൽ 3NF ആയിരിക്കില്ല. അതാണ് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഷോർട്ട് കട്ട്. ഓക്കെ, ഈ കണ്ടീഷൻസ് നിങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഫോർമലായിട്ട് എഴുതുമ്പോൾ എഴുതിയാൽ മതി. ജനറലി പറയുന്ന കണ്ടീഷൻ ഇതാണ്: ഒന്ന് 2NFലായിരിക്കണം, രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് തമ്മിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. അപ്പോൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതിന് എക്സ് ഇംപ്ലൈസ് വൈയിൽ എക്സും വൈയും നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണോ എന്ന് ആദ്യമേ അങ്ങ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി എന്തിനാണ് നമ്മൾ 3NFലേക്ക് പോകുന്നത്? ബിക്കോസ് നമ്മൾ പറഞ്ഞു നോർമൽ ഫോംസ് എന്നുള്ളത് റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാനാണെന്ന്. അപ്പൊ ഫസ്റ്റ് നോർമൽ ഫോം നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നോർമൽ ടേബിൾ ആയിരുന്നു, പക്ഷെ അവിടെ സൈസ് കൂടുതൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്ത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായി സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ സ്റ്റിൽ സെക്കൻഡ് നോർമൽ ഫോമിലും അപ്ഡേറ്റ് അനോമലീസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ
കുറച്ച് അത്യാവശ്യം വലിയ ടേബിൾസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് നോർമൽ ഫോമിനേക്കാളും റിഡൻഡൻസി കുറവാണെങ്കിലും സ്റ്റിൽ റിഡൻഡൻസി പ്രോബ്ലംസ് സെക്കൻഡ് നോർമൽ ഫോമിലുണ്ട്. ആ റിഡൻഡൻസി ഇഷ്യൂസ് വരുന്നത് ഈ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി കൊണ്ടാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് നോർമൽ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തേർഡ് നോർമൽ ഫോമിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് നോർമൽ ഫോമിനുള്ളത് കിട്ടും, പ്ലസ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എലിമിനേറ്റ് ചെയ്യുകയും കൂടി ചെയ്യും. So the normalization of second normal form relations to third normal form involves the removal of transitive dependencies. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ, if there is a transitive dependency exists, then we remove the transitive dependent attribute from the relation by placing the attribute in a new relation along with the copy of the determinant. അതായത് എങ്ങനെ ഇത് റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ടേബിൾസിനെ ഓരോ നോർമൽ ഫോമിലേക്ക് എങ്ങനെ ഡീകമ്പോസ് ചെയ്യാന്നുള്ളത് വേറൊരു വീഡിയോ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. സപ്പോസ് അങ്ങനെ ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡിപ്പെൻഡന്റ് ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, അതായത് എക്സ് ഇംപ്ലൈസ് വൈ ആണെങ്കിൽ വൈ ആണ് അവിടെ ഡിപ്പെൻഡന്റ്, ആ ആട്രിബ്യൂട്ടിനെ പുതിയൊരു ടേബിളിലേക്ക് മാറ്റുക എലോങ് വിത്ത് ഇറ്റ്സ് ഡിറ്റർമിനന്റ്. ആ ഡിറ്റർമിനന്റിന്റെ കൂടെ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ അവിടെ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് 3NFന്റെ മെയിൻ ഇത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഒരു സ്റ്റുഡൻറ് ടേബിള്, അതിന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണത്. ഒന്ന്, സ്റ്റുഡൻറ് നമ്പർ ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ് നെയിം, സ്റ്റുഡൻറ് നമ്പർ ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ് സ്റ്റേറ്റ്, സ്റ്റുഡൻറ് സ്റ്റേറ്റ് ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ് കൺട്രി ആൻഡ് സ്റ്റുഡൻറ് നമ്പർ ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ് ഏജ്. ആൻഡ് നമുക്ക് കാൻഡിഡേറ്റ് കീ സ്റ്റുഡൻറ് നമ്പർ ആണെന്ന് തന്നിട്ടുണ്ടെന്ന് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വെക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് സ്റ്റുഡൻറ് നമ്പർ ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ് നെയിം, അപ്പോൾ കാൻഡിഡേറ്റ് കീ ആയതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ല അല്ലേ. അതുപോലെ തന്നെ സ്റ്റുഡൻറ് നമ്പർ ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ് സ്റ്റേറ്റ്, സ്റ്റുഡൻറ് സ്റ്റേറ്റ് ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ് കൺട്രി, ദെൻ സ്റ്റുഡൻറ് നമ്പർ ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ് ഏജ്. ഇവിടെ പ്രൈം ആട്രിബ്യൂട്ട് ഏതാണ്? സ്റ്റുഡൻറ് നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം, ഈ സ്റ്റുഡൻറ് നമ്പർ അല്ലാത്ത ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരുന്നുണ്ടോ? സ്റ്റുഡൻറ് നമ്പർ സ്റ്റുഡൻറ് നെയിം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റുഡൻറ് നമ്പർ വന്നിട്ടുണ്ട്. സോ ഇത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് അല്ല രണ്ട് സൈഡും. സ്റ്റുഡൻറ് നമ്പർ സ്റ്റുഡൻറ് സ്റ്റേറ്റ്, ഇവിടെയും ഒരു പ്രൈം ആട്രിബ്യൂട്ടും നോൺ പ്രൈമും ആണ്. സോ രണ്ടും നോൺ പ്രൈം അല്ല, അവിടെ പ്രശ്നമില്ല. സ്റ്റുഡൻറ് സ്റ്റേറ്റ് ആൻഡ് സ്റ്റുഡൻറ് കൺട്രി, സ്റ്റുഡൻറ് സ്റ്റേറ്റും സ്റ്റുഡൻറ് കൺട്രി എന്താണ്? നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് എന്ത് കാണാം നമുക്ക്? സ്റ്റുഡൻറ് നമ്പർ ഡിറ്റർമൈൻ സ്റ്റുഡൻറ് സ്റ്റേറ്റ് ആൻഡ് സ്റ്റുഡൻറ് സ്റ്റേറ്റ് ഡിറ്റർമൈൻ സ്റ്റുഡൻറ് കൺട്രി. അപ്പോൾ അവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരികയും ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇതെന്താണ്? ഈ റിലേഷൻ തേർഡ് നോർമൽ ഫോമിൽ അല്ല. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ആ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്നുള്ളതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാതെ നിങ്ങൾ തരുന്ന റിലേഷനിലെ നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ആ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തേർഡ് നോർമൽ ഫോം വയലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ്. അതായത് നോൺ പ്രൈം ആട്രിബ്യൂട്ടിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇത് വയലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ എന്താ അതിന്റെ സൊല്യൂഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണോ ഡിപ്പെൻഡന്റ് അതിനെ പുതിയൊരു ടേബിളിലേക്ക് മാറ്റുക എലോങ് വിത്ത് ഇറ്റ്സ് ഡിറ്റർമിനന്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ടേബിളിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സ്റ്റുഡന്റ്, സ്റ്റുഡന്റ് നമ്പർ, സ്റ്റുഡന്റ് നെയിം, ഫോൺ, സ്റ്റേറ്റ് ആൻഡ് സ്റ്റുഡന്റ് ഏജ്. ദെൻ നമ്മൾ ഇവിടെ സ്റ്റേറ്റ് എന്നുള്ളതിനെ മാറ്റിയിട്ടുണ്ട്, സ്റ്റേറ്റ് ആൻഡ് കൺട്രി. ഇതിനെ രണ്ടിനെയും കൂടി ഈ സ്റ്റുഡന്റ് സ്റ്റേറ്റ് ആൻഡ് സ്റ്റുഡന്റ് കൺട്രി എന്നുള്ളതിനെ പുതിയൊരു ടേബിൾ ആക്കി മാറ്റുകയും കൂടി ചെയ്ത് രണ്ട് ടേബിൾ ആക്കി ഡീകമ്പോസ് ചെയ്തു. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരില്ല. ബിക്കോസ് ഈ കൺട്രി എന്നുള്ള ആട്രിബ്യൂട്ടിനെ നമ്മൾ പുതിയ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഡിപ്പെൻഡന്റ് ആട്രിബ്യൂട്ടിനെ അലോങ് വിത്ത് ദിസ് ഡിറ്റർമിനന്റ് ആട്രിബ്യൂട്ട് വി ഡീകമ്പോസ് ഇൻടു എ ന്യൂ ടേബിൾ. അപ്പൊ ഈ ഫോമിലായിരിക്കും നമ്മൾ തേർഡ് നോർമൽ ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഒരു റിലേഷനെ. ഇനി ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഇവിടെ ഒരു റിലേഷൻ നോക്കുക. ഒരു റിലേഷൻ തന്നിട്ടുണ്ട് ABCDE. അതിന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. A implies BC, CD determines E, B determines D and E determines A. അപ്പോൾ ഇതിൽ എല്ലാ പോസിബിൾ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത് AECDBC ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതിലെ കാൻഡിഡേറ്റ് കീസ് ഇപ്പോൾ AECDBC ആണ്.
അപ്പോൾ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? എ വരും, ഇ വരും, സി വരും, ഡി വരും, ബി വരും. ദാറ്റ് മീൻസ് എ ബി സി ഡി ഇ 5 ആട്രിബ്യൂട്ട്സും. ആ ടേബിളിലെ എല്ലാ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നതും എന്താണ്? പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. അവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഇല്ല. In such cases, we can say that the relation is in third normal form. Because non-prime attribute വരുന്നില്ല. അപ്പോൾ എന്തായാലും അവിടെ അങ്ങനത്തെ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വരത്തില്ല. ഓക്കെ, സോ നിങ്ങളത് നോക്കുന്ന സമയത്ത് ഈ ഫോമാറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ബോയ്സ് കോഡ് നോർമൽ ഫോം എന്താണെന്ന് നോക്കാം. സോ വൈ വി ആർ ഗോയിങ് ഫോർ BCNF? അപ്പോൾ BCNF എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റിലേഷനെ തേർഡ് നോർമൽ ഫോമിലാക്കിയാലും നേരത്തെ പറഞ്ഞതുപോലെ റിഡൻഡൻസി നമുക്ക് റെഡ്യൂസ് ചെയ്യാം, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് 100% നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിലും കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BCNF കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മോർ അല്ലെങ്കിൽ സ്ട്രോങ്ങർ നോർമൽ ഫോം ദാൻ ദി 3NF. അപ്പോൾ 3NF എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റിലേഷണൽ ഡേറ്റാബേസിൽ 3NF എന്ന് പറയുന്നത് ഇനഫ് ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗുഡ് ഡേറ്റാബേസ് ഡിസൈൻ കിട്ടും. പക്ഷേ അതിൽ റിഡൻഡൻസി ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ റിഡൻഡൻസി എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവത്തില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് തമ്മിൽ റിലേഷൻ വരുന്ന സമയത്തൊക്കെ അതിനെ നമുക്ക് ആ രീതിയിൽ കൊണ്ടുപോകാനും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ BCNF ആണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരിക. അപ്പോൾ അതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇഫ് എ റിലേഷൻ a relation is said to be in BCNF if and only if X is a super key for every functional dependency. അതായത് നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിലെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടാവുമല്ലോ, ആ എല്ലാ ഡിപ്പെൻഡൻസിയിലും ലെഫ്റ്റ് സൈഡിലുള്ള ആട്രിബ്യൂട്ട്, അതായത് ഡിറ്റർമിനന്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും സൂപ്പർ കീ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ റിലേഷൻ BCNF-ലാന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 3NF-ലായിരിക്കണം പ്ലസ് എല്ലാ ഡിറ്റർമിനന്റ് ആട്രിബ്യൂട്ട്സ്, അതായത് X ഇംപ്ലൈസ് Y എന്ന് പറയുമ്പോൾ X ലെഫ്റ്റ് സൈഡിൽ എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് മസ്റ്റ് ബി എ സൂപ്പർ കീ. ദെൻ ഓൺലി വി ക്യാൻ സേ ദാറ്റ് ദ റിലേഷൻ ഈസ് ഇൻ ബോയ്സ് കോഡ് നോർമൽ ഫോം ഓർ BCNF. അപ്പം നിങ്ങൾ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു റിലേഷൻ BCNF-ലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈ ഓൾ ദി കണ്ടീഷൻസ് ഓഫ് 1NF, 2NF ആൻഡ് 3NF. അതേപോലെ തന്നെ 3NF-ലാണെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഓൾ ദി കണ്ടീഷൻ ഓഫ് 1NF, 2NF ആൻഡ് 3NF. പിന്നെ സെക്കൻഡ് നോർമൽ ഫോമിലാണെങ്കിൽ 1NF-ലായിരിക്കണം, ഇൻ അഡീഷൻ ടു ദാറ്റ് 2NF-ന്റെ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ആവണം. ആ ഒരു ഫോമാറ്റിൽ വേണം ഓർത്ത് വെക്കാനായിട്ട്. അപ്പൊ നമ്മൾ എളുപ്പത്തിന് ഇപ്പൊ BCNF ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ എല്ലാ ആട്രിബ്യൂട്ടും സൂപ്പർ കീ ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല കണ്ടീഷൻ, ദ റിലേഷൻ ഷുഡ് ബി ഇൻ 3NF പ്ലസ് അതാണ് റിലേഷൻ. അതുപോലെ തന്നെ നമ്മൾ 3NF-ൽ പറഞ്ഞു നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് തമ്മിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. അതെന്ന് പറയുന്നത് 2NF-ൽ വരെയുള്ള കണ്ടീഷൻ പ്ലസ് ആ കണ്ടീഷൻ കൂടിയാണ്. ആ ഒരു ഫോർമുല വേണം എപ്പോഴും മൈൻഡിൽ ഓർത്ത് വെക്കാനായിട്ട്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കൊരു ടേബിൾ എടുത്തിട്ട് തന്നിട്ടുണ്ട്, ടേബിളിലെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. സപ്പോസ് ABC ആണെന്ന് വെക്കുക ടേബിളിലെ ആട്രിബ്യൂട്ട്സ്. ഡിപ്പെൻഡൻസീസ് തന്നിരിക്കുന്നത് AB ഡിറ്റർമൈൻസ് C ഡിറ്റർമൈൻസ് B ആൻഡ് AB ഡിറ്റർമൈൻസ് B. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്നുള്ളത് AB എന്ന് തന്നു എന്നും വിചാരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രൈം ആട്രിബ്യൂട്ട്സ്, A ആൻഡ് B. സോ നമ്മൾ ഫസ്റ്റ് എടുത്തപ്പോൾ AB ഡിറ്റർമൈൻസ് C. അപ്പോൾ അവിടെ പ്രൈം ആട്രിബ്യൂട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് നമ്മുടെ ഡിപ്പെൻഡൻസി ഇല്ല. C ആൻഡ് B അതും എന്താണ്, പ്രൈം ആട്രിബ്യൂട്ടും നോൺ പ്രൈം ആട്രിബ്യൂട്ടും വന്നിട്ടുണ്ട്. അഗെയിൻ AB ഡിറ്റർമൈൻസ് B. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും ഒരു പ്രൈം ആട്രിബ്യൂട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിന് ഡിപ്പെൻഡൻസി വരുന്നില്ല. അതുകൊണ്ട് ഈ ടേബിൾ എന്തായാലും എന്തായിരിക്കും, 3NF-ലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബോയ്സ് കോഡ് നോർമൽ ഫോം നോക്കാം. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെയും ലെഫ്റ്റ് സൈഡിൽ സൂപ്പർ കീ ആയിരിക്കണം. സോ നമുക്ക് ഫസ്റ്റ് ഇത് എല്ലാം സൂപ്പർ കീ ആണോ എന്ന് നോക്കാം. ആകെ നമുക്ക് ഒറ്റ ഒരു കാൻഡിഡേറ്റ് കീ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്താണ് AB. സോ AB വിൽ ബി ഡെഫിനറ്റ്ലി എ സൂപ്പർ കീ. അപ്പൊ AB ക്ലോഷർ എടുക്കുന്ന സമയത്ത് ABC കിട്ടും. സോ ഫസ്റ്റ് വൺ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് തേർഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈ ബോയ്സ് കോഡിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് വൺ, C ഡിറ്റർമൈൻസ് B. C എന്ന് പറയുന്നതിന്റെ ക്ലോഷർ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, Cയും Bയും മാത്രമേ കിട്ടുള്ളൂ. സോ C എന്ന് പറയുന്നത് ഈസ് നോട്ട് എ സൂപ്പർ കീ. ദെയർഫോർ ഇത് BCNF-ൽ അല്ല. BCNF-ൽ ആവണമെങ്കിൽ അവിടെ നമുക്ക്
ലെഫ്റ്റ് സൈഡിൽ എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിക്കും സൂപ്പർ കീ വരണമായിരുന്നു. സോ ഈ റിലേഷൻ എന്ന് പറയുന്നത് 3NF ലാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.